ഹലോ ഗൈസ്. കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്, പഠിക്കാനാണോ ജോലിക്കാണോ വർക്കിംഗ് ആണോ, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതിനെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട്, PhD ഉണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ട്യൂഷൻ ഫീ കൊടുക്കേണ്ടി വരും. വർഷം ഒരു 10,500 യൂറോസ് വരും അതിന്. പിന്നെ സ്കോളർഷിപ്പ് കിട്ടുന്നതിൻ്റെ അനുസരിച്ച് അത് കുറഞ്ഞിരിക്കും. PhD ആണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീ ഇല്ല, മാത്രമല്ല സ്റ്റൈഫൻഡ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ഞാൻ വന്നത് മാസ്റ്റേഴ്സ് പഠിക്കാനാണ്. 1 വർഷത്തെ കോഴ്സായിരുന്നു. അപ്പം എനിക്ക് ഏർലി ബേർഡ് സ്കോളർഷിപ്പ് കിട്ടി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അഡ്മിഷൻ ഓഫർ കിട്ടി ഒരാഴ്ചയ്ക്കുള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്പാണ് ഏർലി ബേർഡ് സ്കോളർഷിപ്പ്. അപ്പോൾ അതൊരു 1,500 യൂറോ കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വന്നത്. പിന്നെ നമുക്ക് വരാൻ പറ്റുന്നൊരു രീതിയാണ് വർക്ക് പെർമിറ്റിനോട് കൂടി വരാൻ പറ്റുന്നതെന്നുള്ളത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ജോബ് സൈറ്റ്സിൽ കയറി ജോലിക്ക് അപ്ലൈ ചെയ്യണം. ലിങ്ക്ഡിൻ, അതേപോലെ തന്നെ വർക്ക് ഇൻ ഫിൻലൻഡ്, പിന്നെ യൂറോപ്പ് ജോബ്സ്. അപ്പോൾ ഇതുപോലുള്ള വെബ്സൈറ്റിലൊക്കെ കയറിയാൽ നമുക്ക് ഇങ്ങോട്ട് ജോലിക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ജോലി കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും എംപ്ലോയേഴ്സ് തന്നെ നമുക്ക് വിസ സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കിട്ടിയാലും നമുക്ക് വരാൻ പറ്റും. അങ്ങനെയല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരാൻ പറ്റുന്ന ഒരു വഴി വിസിറ്റിംഗ് വിസയാണ്. അത് ഒരു 3 മാസത്തെ വിസയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ വന്ന് ഇവിടെ ജോലി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ PhD അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടി വരിക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് വരാൻ പറ്റുന്ന വേറെ 2 വഴികൾ എന്ന് പറഞ്ഞാൽ, വൊക്കേഷണൽ കോഴ്സസ് പഠിക്കാൻ വേണ്ടി വരാം. വൊക്കേഷണൽ കോഴ്സസ് മോസ്റ്റ് ഓഫ് ദി ടൈം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 6 മാസം തൊട്ട് 1 വർഷം വരെയൊക്കെ ഉള്ള വൊക്കേഷണൽ കോഴ്സസ് ഉണ്ട്. അത് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ആയിരിക്കും വൊക്കേഷണൽ കോഴ്സസിൽ ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, അത് നഴ്സിംഗ് കഴിഞ്ഞ ആളുകൾക്കും ഇങ്ങോട്ട് വരാൻ കഴിയും. നമുക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഇവിടേക്ക് നഴ്സുമാർക്ക് വരാൻ കഴിയുക. എന്നാൽ ഫസ്റ്റ് നമുക്ക് കെയർ ഹോമിലേക്കായിരിക്കും കിട്ടുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത എക്സാം എഴുതി ഒരു 3 വർഷം അവിടെ ജോലി ചെയ്തതിന് ശേഷമായിരിക്കും ഹോസ്പിറ്റൽസിലേക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അത്ര എളുപ്പത്തിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്റ്റഡി ഇൻ ഫിൻലൻഡ്, വർക്ക് ഇൻ ഫിൻലൻഡ്, മൈഗ്രി, അങ്ങനെ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഫിൻലൻഡ് ഗവൺമെൻറ് ഈ പറഞ്ഞ വെബ്സൈറ്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തത് സ്റ്റഡി ഇൻ ഫിൻലൻഡിലാണ്. ഞാൻ ആഗസ്റ്റിലേക്കുള്ള ഇൻടേക്കിലേക്കാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ നവംബർ ആയപ്പോഴത്തേനും ആപ്ലിക്കേഷൻ പീരീഡ് സ്റ്റാർട്ടായിരുന്നു. ഞാൻ ജോയിൻ്റ് ആപ്ലിക്കേഷനാണ് കൊടുത്തത്. ഒരു 6 യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരുമിച്ച് ഒറ്റ ആപ്ലിക്കേഷൻ കൊടുത്തു. അതിൽ നിന്നാണ് എനിക്ക് ഓഫർ കിട്ടിയത്. പിന്നെ മൈഗ്രിയിൽ നമുക്ക് വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെ VFSന് ഡേറ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് നേരിട്ട് വിസ അപ്രൂവായി അത് വീട്ടിലേക്ക് അയച്ചു കിട്ടുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ഇപ്പം ഇതിൽ ഒക്കെ ഡൗട്ടുണ്ട്, അതായത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ നമുക്ക് അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ വിത്ത് ഡെമോ ചെയ്യാവുന്നതാണ്. അതേപോലെ സ്റ്റഡീസ് മാത്രമല്ല, വർക്കിനായാലും വർക്ക് ഇൻ ഫിൻലൻഡ്, യൂറോപ്പ് ജോബ്സ്, അതുപോലൊക്കെയുള്ള സൈറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ജോബ്സ് നമുക്ക് ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മുടെ സ്കിൽസും എക്സ്പീരിയൻസും ഒക്കെ കംപ്ലീറ്റ്ലി മാച്ചിങ് ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾക്ക് വിസ സ്പോൺസർഷിപ്പൊക്കെ തന്ന് ഇവർ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും ട്രൈ ചെയ്യേണ്ടി വരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ. ഇങ്ങനെ നമുക്ക് സ്പോൺസർഷിപ്പ് തരുന്ന നമ്മളെ കൊണ്ടുവരുന്നതെല്ലാം ഫിന്നിഷ് റിക്വയർമെൻറ്റ്സ് ഇല്ലാത്ത ജോലികൾക്കായിരിക്കും. അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ്. ഇവിടെ അങ്ങനത്തെ ജോലികളെന്ന് പറഞ്ഞാൽ IT ജോബ്സ് ആണ് കൂടുതൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് വരുന്നത്. അതേപോലെ തന്നെ ബാക്കി ജോലികൾ പൊതുവെ ഫിന്നിഷ് സ്പീക്കിംഗ് ആണ് മെജോറിറ്റി വരുന്നത്. അപ്പോൾ ഫിന്നിഷ് അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കിവിടെ ജോലി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അതിപ്പം സ്റ്റുഡൻസിന് പാർട്ട് ടൈം ആയാലും നേഴ്സസിനായാലും ഫിന്നിഷ് അറിയാമെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ജോലി കിട്ടുള്ളൂ.
പിന്നുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റഡീസിനായാലും വർക്കിനായാലും IELTS ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.